അസുര, എനിക്കിപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ദേ ഈ ഹോം സ്ക്രീനിൽ വെച്ച് തരുമോ? വെച്ചുതരാലോ. ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഒക്കെ വെച്ചുതരാം. കണ്ണൻ അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ആ ഫോട്ടോ വെച്ച് കൊടുത്തു. ആദ്യം ഫോൺ ഓണും ഓഫും ആക്കി കളിച്ചു ആ ഫോട്ടോ നോക്കി കണ്ടു. കണ്ണൻ തൻ്റെ കവിളിലായി ചുംബിക്കുന്ന ഫോട്ടോ. ഇതുപോലെ ഒത്തിരി ഫോട്ടോസ് നമുക്ക് എടുക്കണം അസുര. ദേ ഈ ഫോൺ നിറയെ നമ്മുടെ ഫോട്ടോസ് ഉണ്ടാവണം. പിന്നല്ല, അതൊക്കെ നമുക്ക് സെറ്റാകാം. നീ വന്നേ, ഫുഡ് കഴിക്കാം. ജോച്ചാന് ശാരിക്കും വരില്ലേ? ഓ, ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അസുര, ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് സാധിപ്പിച്ചു തരുമോ? എന്താ പറ. പറ്റുമെങ്കിൽ ചെയ്തു തരാം. എനിക്കിവിടെ ശരിക്കും ബോറടിക്കുന്നു. എന്നെയും നിൻ്റെ ഓഫീസിൽ കൊണ്ടുപോകൂ. എന്തിന്? അവിടെ വന്നാലായിരിക്കും നിനക്ക് ശരിക്കും ബോറടിക്കുക. അതൊന്നുമില്ല, എനിക്കൊരു ജോബ് തന്നാൽ മതി അവിടെ. ജോബോ? നീ എന്താ അതി തമാശ പറയാണോ? ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് പോലും നമ്മുടെ ഓഫീസിൽ ജോബ് കിട്ടുക എന്നത് പ്രയാസമാണ്. അപ്പോഴാണോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത നിനക്കവിടെ ജോലി തരുന്നത്? അതുമല്ല, അവിടെ സെലക്ട് ചെയ്ത ഓരോ വ്യക്തിയും മിനിമം ഒരു 5 ഇയേഴ്സ് എങ്കിലും മറ്റേതെങ്കിലും കമ്പനിയിൽ ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഞാൻ അവിടെ സെലക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഓഫീസിൽ നിന്ന് ഉയർന്ന നിലയിൽ നിൽക്കുന്നതും. നിനക്ക് 5 ഇയർ പോയിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടോടി? എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തോളാം. സത്യം, പ്ലീസ് എന്നെയും കൂടി കൊണ്ടുപോകുമോ? ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബോറടിച്ചിട്ടാ. അല്ലേ എന്നെ നാട്ടിലേക്ക് പറഞ്ഞേക്കൂ. അതാവുമ്പോൾ അവിടെ എനിക്ക് യദുവും മുത്തച്ഛനും ഒക്കെ ഉണ്ടാവും. നിന്നെ കിട്ടിയത് മുത്തച്ഛനും യദുവും അല്ലല്ലോ, ഞാനല്ലേ. അപ്പോൾ ഞാൻ എവിടെയാണോ അവിടെയാണ് നീയും വേണ്ടത്. എങ്കിൽ ഇയാൾ ഓഫീസിൽ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. ശരിക്കും എനിക്കിവിടെ ബോറടിച്ചിട്ടാണ് പറയുന്നത്. പ്ലീസ്, ക്ലീൻ ആക്കാനുള്ള ജോലി തന്നാൽ പോലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പ്ലീസ് അസുര, ഒന്ന് സമ്മതിക്ക്. നോക്കട്ടെ, ക്ലീനിങ്ങിന് ഒരാളെ കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ജാനകി ചേച്ചി പറഞ്ഞിരുന്നു. സോ നാളെ മുതൽ നീ ഷാദിൻ്റെ ഒപ്പം അങ്ങോട്ടേക്ക് പോരും. ഓക്കെ, താങ്ക് യു സോ മച്ച് അസുര. ആദി കണ്ണനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിലായി ചുംബിച്ചതും അവനൊരു ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഒരു ഇളം പുഞ്ചിരിയോടെ തൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളുടെ മൂക്കിൻ തുമ്പത്തായി ചുംബിച്ച് അവളുടെ ചുണ്ടുകളെ നുകരാനൊരുങ്ങിയ കണ്ണൻ ഷാദിയുടെ ശബ്ദം കേൾക്കെ അമർഷത്തോടെ തിരിഞ്ഞു നോക്കി. ഹേയ് നോമിടെ, എന്തുവാ കാണുന്നേ? ജോ, നീ ഇത് കാണുന്നുണ്ടോ? ചിക്കുവിനെ പ്രണയിക്കുന്ന അർണവ് കൃഷ്ണ നമ്മുടെ വീട്ടിലെ വേലക്കാരിയുമായി ഡിങ്കോൾഫി. ഞാനതാ ചിന്തിക്കുന്നേ. ശരിക്ക് അർണവ് കൃഷ്ണക്ക് ചിക്കുവിനെയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആദിയെയോ? നിൻ്റെ അമ്മൂമ്മയുടെ നായരെ, ഫുഡ് കഴിക്കാൻ വന്നതാണ്, കഴിച്ചിട്ട് പോവാൻ നോക്ക്. അല്ലാതെ എൻ്റെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ, രണ്ടും മേടിച്ചിട്ടേ പോവും. കണ്ണൻ കലിപ്പിൽ പറഞ്ഞത് കേൾക്കി അവരെ നെളിച്ചു കാട്ടി. ആദി, ഞങ്ങൾക്ക് ഫുഡ് അവിടെ ടേബിളിലുണ്ടാവും, പോയി എടുത്ത് കഴിക്കടോ. ഞങ്ങൾ ആദിനോടല്ലേ സംസാരിക്കുന്നേ, നീ എന്തിനാടാ അതിനെ കലിപ്പിടുന്നേ? കണ്ണൻ്റെ കലിപ്പ് കണ്ട് ജോ അവനെ നോക്കി പുരികമീർത്തി. ഞാൻ കലിപ്പിട്ടാലും ഇല്ലേലും നിങ്ങൾക്കെന്താ? മര്യാദക്ക് ഫുഡ് കഴിച്ച് പോയിനടോ. അവരുടെ റൊമാൻസ് കുളമാക്കിയ അരിശം തീർക്കുകയാണ് കണ്ണൻ. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. 3 ആളും വാ, ഞാൻ ഫുഡ് വിളമ്പാം. അത്രയും പറഞ്ഞ് ആദി കിച്ചണിലേക്ക് ചെന്ന് ഓരോന്നും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചപ്പോയേക്കും കണ്ണനും ജോയും ഷാദിയും ടേബിളിൽ ഹാജരായിരുന്നു. ആദി അവർക്കെല്ലാം ഫുഡ് വിളമ്പി അവർക്കടുത്ത് നിന്നു. എന്തോ കാര്യമായ ചർച്ചയിലാണവർ. അതുകൊണ്ട് സംസാരത്തിൽ മുഴുകി അവർ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പോയത് കാണെ ആദ്യം അവരെ തന്നെ നോക്കി നിന്നു. 3 ഫുഡ് കഴിച്ചു എന്നല്ലാതെ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും പറഞ്ഞില്ല. അവർ 3 കൈ കഴുകി സിറ്റ് ഔട്ടിലേക്ക് പോയത് കാണെ ആദ്യം കണ്ണനിരുന്ന് ചെയറിലിരുന്ന് കണ്ണൻ കഴിച്ച പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പി കഴിക്കാൻ തുടങ്ങിയതും അങ്ങോട്ട് വന്ന കണ്ണനെ കാണാൻ അവൾ അവനെ നോക്കി ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റതും അവൻ അവളെ നോക്കി. എന്തിനാപ്പോൾ നീ വെപ്രാളപ്പെടുന്നേ? ഞാനല്ലേ വന്നേ, അതിന് നീ എന്തിനാ ഫുഡ് കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റത്? അത് പിന്നെ ഒന്നുമില്ല. ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഞാൻ കഴിച്ച പ്ലേറ്റിൽ തന്നെ നീ ഫുഡ് കഴിക്കുന്നത്? ഇക്കാലത്ത് അങ്ങനെയൊക്കെ ആരെങ്കിലും കഴിക്കും ആദി? ഇപ്പോൾ പ്രണയിക്കുന്നവരാണെങ്കിൽ പോലും ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി മറ്റേയാൾ കഴിക്കാറില്ല. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ നീ ഞാൻ കഴിച്ച പ്ലേറ്റിൽ ഫുഡ് കഴിക്കുന്നത് എന്തിനാ? തൻ്റെ തൊട്ടുമുന്നിൽ നിന്ന് കണ്ണൻ ചോദിച്ചത് കേൾക്കെ ആദ്യം അവൻ്റെ കണ്ണിലേക്ക് നോക്കി. പരസ്പരം ഉമിനീരൊന്നാവും വിധം ചുംബിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചൂടാ? തൻ്റെ ഇണ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാനും അവർ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാനും അറപ്പുള്ളവർ കിസ് ചെയ്യുമ്പോഴും അതേ അറപ്പുളവാക്കണം. ആദി പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്കെ കണ്ണൻ എന്ന് ചിരിച്ചു.
നിന്റെ പ്രണയം അതിമനോഹരമാണ് ആദി. കുറച്ച് കാലത്തേക്ക് മാത്രമെങ്കിലും നിന്റെ ഈ മനോഹരമായ പ്രണയം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത്രയും പറഞ്ഞ് കണ്ണനൊന്ന് കുനിഞ്ഞ് ആദിയുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. കണ്ണാ, നീ വരുന്നില്ലേ? മീറ്റിംഗ് ഉള്ളത് മറന്നോ നീ? ഷാദി വിളിച്ചു ചോദിച്ചത് കേൾക്കെ ആദിയിൽ നിന്ന് അകന്നു നിന്നിട്ട് അവളോടൊരു ഭയം പറഞ്ഞ് കണ്ണൻ അവിടുന്ന് പോയി. അവരെ മൂന്നും പോയതും ഫുഡ് കഴിച്ച് അവിടെ ക്ലീനാക്കി ആദ്യ വേഗം റൂമിൽ പോയി കിടന്നു ഫോണെടുത്ത് അതിലോരോന്ന് നോക്കിയിരുന്നു. 2-3 സെൽഫിയൊക്കെ എടുത്തവൾ ആ ഫോട്ടോ കണ്ണന് സെൻഡ് കൊടുത്തു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന കണ്ണൻ സ്വതവേ ഫോൺ റിങ് ചെയ്താൽ പോലും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇന്നിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിൽ ആദിയെന്ന് തെളിഞ്ഞു കണ്ടതിനാൽ തന്നെ മീറ്റിങ്ങിനിടയിലും കണ്ണൻ ഫോണെടുത്ത് ആദിയുടെ മെസ്സേജ് നോക്കി. അവളുടെ സെൽഫി കാണെ ഒരു ചിരിയോടെ അവൻ ആ ഫോട്ടോ സൂം ചെയ്ത് ആദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. തികച്ചും മീറ്റിങ്ങിൽ നിന്നു ശ്രദ്ധ മാറിയിരുന്നു അവൻ്റേത്. ഷാദി ഓരോ കാര്യങ്ങൾ എല്ലാവരോടുമായി വിശദീകരിച്ച് പറഞ്ഞെങ്കിലും കണ്ണൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന സത്യം ഷാദി തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കൻ നൈസായിട്ട് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. ഹാ, ഇവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കെട്ടിയോള ഫോട്ടോ നോക്കി വെള്ളമിറക്കാണോ കള്ളക്കിടവ? ഷാദി കണ്ണൻ്റെ ചെവിയോരം കുനിഞ്ഞ് ഉറക്കെ ചോദിച്ചത് കേൾക്കെ കണ്ണനൊരു ഞെട്ടലോടെ ചെവി കുടഞ്ഞു. എൻ്റെ ചെവി. കണ്ണൻ ചെവിയിലൊന്ന് കയ്യിട്ടിളക്കി ഷാദിയെ കലിപ്പിൽ നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കുക. ഞാനിപ്പോൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത് എല്ലാത്തിനെയും പറഞ്ഞയച്ചില്ലെങ്കിൽ നീ നാണം കെടുമായിരുന്നു. ആരെങ്കിലും നിന്നോട് എന്തേ അഭിപ്രായം പറയുന്ന പറഞ്ഞാൽ നീ പപ്പ അടിക്കുമായിരുന്നു. ഷാദി പുച്ഛിച്ച് പറഞ്ഞത് കേൾക്കുകയാണ് കണ്ണന് ബോധം വന്നത്. സോറിടാ, അവൾ ഫോട്ടോ അയച്ച കണ്ടപ്പോൾ ഞാൻ അറിയാതെ അത് നോക്കിയിരുന്നതാ. കണ്ണൻ ഇളിച്ചു പറഞ്ഞത് കേൾക്കെ ഷാദി ഒന്ന് നിശ്വസിച്ചു. ഉവ്, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? ആരെയാ നീ സ്നേഹിക്കുന്നേ? ചിക്കുവിനെയോ അല്ലെങ്കിൽ ആദിയെയോ? നിന്റെ ആദിയോടുള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നും നീ ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. പക്ഷേ പിന്നെന്തിനാ നീ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നേ? ചിക്കുവിനെ നീ ഇന്ന് വരെ ആദിയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിന് ഇതുപോലെ അവളെ കിസ് ചെയ്യുന്നതും ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല കണ്ണ. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലടാ. നിനക്കെന്നല്ല, എനിക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ല. ആദിയെ സ്നേഹിക്കണ്ട എന്ന് ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല. അവളെ അടുത്ത് കാണുമ്പോൾ ഞാൻ അറിയാതെ അവളെ കിസ് ചെയ്തു പോകും. അല്ലാതെ ഒരിക്കലും ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല. എനിക്കതിന് സാധിക്കില്ലടാ. നീ തന്നെ ആലോചിച്ച് നോക്ക്. അവളുടെ സ്ഥാനം എന്ത്, എൻ്റെ സ്ഥാനം എന്ത്? വെറും വേലക്കാരിയാണ് ആദി. പക്ഷേ എൻ്റെ സ്റ്റാറ്റസ് എന്താ? എൻ്റെ ഈ അരികത്തെത്തുമോ ആദി? ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിരിഞ്ഞേ പറ്റൂ. അത്രയും പറഞ്ഞു എഴുന്നേറ്റ് പോയവനെ കാണെ ഷാദി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു പോക്കറ്റിൽ വെച്ച ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ. മറുതലക്കിൽ നിന്നുള്ള ആദിയുടെ മൂളൽ കേൾക്കെ ഷാദിക്ക് സങ്കടം തോന്നി. സോറി ഡി, അവൻ്റെ ഉള്ളിലെ ഇഷ്ടം ഞങ്ങളോടെങ്കിലും പറയുമെന്ന് തോന്നി. ആ പറയുന്നത് നീയും കേട്ടോട്ടെ കരുത്തിയിട്ടാ ഞാൻ നിന്നെ കോളാക്കിയത് പോലും. പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ലടോ കണൻ ഇങ്ങനെ പറയുമെന്ന്. ഞാൻ അവൻ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. നീ വെക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആദി ഫോണ് കട്ട് ചെയ്തു അങ്ങനെ കിടന്നു. ചുമ്മാ ഹാപ്പിയായി നിന്ന് കണ്ണന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു യദുവിന് മെസ്സേജ് അയച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാദി വിളിച്ചു. കണ്ണൻ നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് നിനക്ക് കേൾക്കണോ? എങ്കിൽ കോള് കട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എൻ്റെ സകലമാന സന്തോഷവും തല്ലിക്കെടുത്തിയ പണ്ടാരം. സങ്കടത്തിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിഞ്ഞത്. നിറഞ്ഞൊലിച്ച കണ്ണുകൾ അമർത്തി തുടച്ചവൾ താഴെ ചെന്ന് ഡോറ് തുറന്നതും മുമ്പ് പുച്ഛത്തോടെ നിൽക്കുന്ന ചിക്കുവിനെ കാണാൻ ആദ്യം അവളെ നോക്കി. അർണവ് കൃഷ്ണ ഇവിടെയില്ല, പോയിട്ട് പിന്നെ വാ. അതും പറഞ്ഞ് ഡോറടയ്ക്കാൻ തുനിഞ്ഞവളെ കാണെ ചിക്കു ഡോറ് ശക്തിയായി പിറകോട്ടുന്തി അകത്തേക്ക് കയറി ആദിയെ നോക്കി പുച്ഛിച്ചു. എന്നോട് പോയിട്ട് പിന്നെ വന്ന് പറയാൻ നീ ആരാടി? ഈ വീട് അർണവ് കൃഷ്ണയുടേതാണെങ്കിൽ അവനുള്ള അതേ അധികാരം എനിക്കുമുണ്ട് ഈ വീട്ടിൽ. ബിക്കോസ് ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. നീ ഗേൾ ഫ്രണ്ടോ വൈഫോ ആര് വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പം നിന്നോട് സംസാരിക്കാനുള്ള മൂഡിലല്ല ഞാനിപ്പോൾ. അതുകൊണ്ട് പോയിട്ട് അർണവ് കൃഷ്ണയുള്ളപ്പോൾ വാ. അവൻ കെട്ടിയ താലി കയത്തിലുണ്ടെന്ന അഹങ്കാരത്തിലാണോ നീ എന്നോട് ഡയലോഗ് അടിക്കുന്നേ? അവനൊരു താലി ചാർത്തിയെന്ന് വെച്ച് അഹങ്കരിക്കണ്ട. അവൻ നിന്നെ വെറും വേലക്കാരിയായിട്ടേ കാണുന്നുള്ളൂ. അവൻ്റെ ഭാര്യാ പദവിയും അവൻ്റെ സ്വത്തും പണവുമെല്ലാം ശിതികക്കുള്ളതാണ്. മനസ്സിലായോടി പുല്ലേ? ആദിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചവൾ ചോദിച്ചത് കേൾക്കെ ആദി ശ്വാസം കിട്ടാതെ പുളഞ്ഞു. വിടടി. അർണവ് കൃഷ്ണ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് എനിക്കൊരു പുത്തരിയല്ല. എന്നാൽ ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ പറയുക, അർണവ് കൃഷ്ണയുടെ താലി ഒരു കാലത്തും ശിതികയുടെ കഴുത്തിൽ വീയില്ല. വീയാൻ ഈ ആദിത്യ സമ്മതിക്കില്ല. ഇത് ആദിത്യ അർണവ് കൃഷ്ണ ചാർത്തിയ താലി തൊട്ട് സത്യം ചെയ്ത് പറയുകയാണ്.
പുച്ഛത്തോടെ ആദി പറഞ്ഞത് കേൾക്കെ ശിതികയിൽ ദേഷ്യം ആളെ കത്തി. ഹേ, നിന്റെ അഹങ്കാരമൊക്കെ കൊള്ളാം. പക്ഷേ നിന്നെ സാക്ഷിയാക്കി അർണവ് കൃഷ്ണ ശിതികയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. വാശിയോടെ ശിതിക പറഞ്ഞത് കേൾക്കെ ആദി പുച്ഛിച്ച് ചിരിച്ചു. നിനക്ക് ആദിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ശിതിക. അതുകൊണ്ട് ഇങ്ങോട്ട് അധികം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വിവരം അറിയോ എൻ്റെ മോള്. നിന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ട് എന്താ? സ്വന്തം കെട്ടിയോൻ്റെ അടുത്ത് വേലക്കാരിയായിട്ടല്ലേ നീ ജീവിക്കുന്നത്? ഇനിയിപ്പോൾ രാത്രി സുഖത്തിന് നീ അവനെ കിടന്നു കൊടുത്തു എന്ന് വെച്ച് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വന്നാലും ഈ മാസം എൻ്റെയും അർണവിൻ്റെയും കല്യാണം നടക്കും. ഇല്ലേ, നടത്തിക്കും ഞാൻ. കല്യാണത്തെക്കുറിച്ച് ഞാൻ അർണവിനോട് പറയുമ്പോഴായിരിക്കണം അർണവ് നിന്നെ വിവാഹം ചെയ്തത് ഞാൻ അറിയേണ്ടത്. ആ സമയത്തെ എൻ്റെ സങ്കടം കണ്ട് എൻ്റെ പ്രണയത്തിൽ അവൻ അന്ധനായി പോണം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞതായി അവനെ അറിയിക്കാത്തെ. പുച്ഛത്തോടെ പറയുന്നവളെ കണ്ട് ആദിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. നിന്നെപ്പോലൊരു വൃത്തികെട്ടവളെ അർണവ് കൃഷ്ണയുടെ ഭാര്യയാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്കറിയാം അവൻ ചാർത്തിയ ഈ താലി അധിക നാളെ കഴുത്തിൽ കിടക്കില്ല എന്ന്. ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് താനും. പക്ഷേ എങ്ങനെ വന്നാലും 6 മാസം കഴിയാതെ ഡിവോഴ്സ് നോട്ടീസ് പോലും അവർ തരില്ല. അപ്പോൾ നീ എങ്ങനെയാ മോളെ ഈ മാസം തന്നെ നിങ്ങളുടെ കല്യാണം നടത്തുക? എന്തായാലും പുന്നാര മോള് നിന്റെ കല്യാണം നടത്താൻ നോക്ക്. ഞാനത് മുടക്കാനും നോക്കിക്കോളാം. നീ കളിക്കുന്നത് ശിതികയോടാണ് മോളെ. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചോ. എന്തൊക്കെ വന്നാലും അർണവ് കൃഷ്ണൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തുകയും ചെയ്യും. അവൻ്റെ സ്വത്തുക്കളൊക്കെ വൈകാതെ എൻ്റെ പേരിലാവുകയും ചെയ്യും. കാണാം അർണവ് കൃഷ്ണൻ നിന്നെ കെട്ടുപോയില്ലെന്ന്. എന്നിട്ട് തീരുമാനിക്കാം കൃഷ്ണപുരം തറവാട്ടിലെ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കണോ വേണ്ടേന്ന്. ആദി ശിതികയുടെ കൈപിടിച്ച് അവളെ വെളിയിലേക്കാക്കി പുച്ഛച്ചിരിയോടെ ഡോർ കൊട്ടിയടിച്ചതും ശിതിക ദേഷ്യത്തോടെ അടുത്തുള്ള ചെടിച്ചട്ടി ചവിട്ടി തെറിപ്പിച്ച് അവിടുന്ന് പോയി.